സുജിത്ത്, ഇന്ന് വൈകുന്നേരം രാത്രിയിൽ നമ്മൾ കാണുന്നത് KSEB ഉദ്യോഗസ്ഥർ ആ ലൈൻ അവിടെ നിന്ന് നീക്കാൻ നടത്തുന്ന ജോലിയാണ്. അപ്പോൾ ഒരു ഒരു കുട്ടിയുടെ ജീവൻ കൊടുക്കേണ്ടി വന്നു അത്തരം ഒരു ജോലിക്ക്. മണിക്കൂറുകൾ മാത്രം മതിയായിരുന്നു ആ ലൈൻ ആ സ്കൂളിന് മുകളിൽ നിന്ന് മാറ്റാനോ അല്ലെങ്കിൽ അത് കുറേ കൂടി ഉയരത്തിലേക്ക് മാറ്റാനോ. സ്കൂൾ വാക്കാൽ അഭ്യർത്ഥിച്ചു. ഇനി രേഖാമൂലം ഒരു പരാതി അല്ലെങ്കിൽ ഒരു ആവശ്യം KSEBക്ക് കിട്ടിയില്ലെങ്കിൽ പോട്ടെ. പക്ഷേ അപ്പോഴും ഈ പ്രശ്നം എന്നത് സ്കൂളിന് അറിയാമായിരുന്നു, അല്ലെങ്കിൽ അവിടുത്തെ PTA അറിയാമായിരുന്നു, മാനേജ്മെൻറ്റിന് അറിയാമായിരുന്നു, KSEBക്ക് അറിയാമായിരുന്നു. ഇവരൊക്കെ അത് നാളെ എന്ന മട്ടിൽ നീട്ടിക്കൊണ്ട് പോവുകയായിരുന്നു. ഒടുവിൽ ഒരു 8ാം ക്ലാസ്സുകാരൻ്റെ, ഒരു 13 വയസ്സുകാരൻ്റെ, ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയുടെ ജീവൻ കൊടുക്കേണ്ടി വന്നു. ഇതാ ഇന്ന് രാത്രി വൈകിയും ആ ജോലി അവർക്ക് ചെയ്തു തീർക്കാൻ. അപ്പോൾ മണിക്കൂറുകൾ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ജോലിക്ക് നമുക്ക് വില നൽകേണ്ടി വന്നത് ഒരു കുഞ്ഞിൻ്റെ ജീവനാണ്, അല്ലേ സുജിത്ത്? അതെ വിജയകുമാർ, തീർച്ചയായും വിജയകുമാർ പറഞ്ഞതുപോലെ തന്നെ 3 മണിക്കൂർ മെനക്കെട്ടപ്പോൾ KSEBക്ക് ആ ലൈൻ നീക്കം ചെയ്യാൻ സാധിച്ചു. ഇത് ദിവസങ്ങൾക്ക് മുൻപേ അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുൻപേ ഈ സ്കൂൾ അധ്യയനം ആരംഭിക്കുന്നതിന് മുൻപേ ഈ പ്രവൃത്തി ചെയ്തിരുന്നെങ്കിൽ ആ കുഞ്ഞ് ഇപ്പോൾ ആ വീട്ടിലുണ്ടാകുമായിരുന്നു. ഇതിൽ അധികൃതർ വരുത്തിയ വീഴ്ച, സ്കൂൾ അധികൃതർക്കുണ്ടായ വീഴ്ച, സ്കൂൾ മാനേജ്മെൻറ്റിനുണ്ടായ വീഴ്ച, അതുപോലെ KSEBക്കുണ്ടായ വീഴ്ചകളുടെ ഒരു പെരുക്കപ്പട്ടിക തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് വിജയകുമാർ. ഏറ്റവും പ്രധാനമായും ഇക്കാര്യത്തിൽ മെയ് 13 തന്നെ അന്ന് വിദ്യാഭ്യാസ മന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ തന്നെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഇറക്കിയ ഉത്തരവിലും പറയുന്നുണ്ട്, ഇത്തരത്തിൽ ലൈനുകൾ കടന്നു പോകുന്ന സ്കൂളുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ, അപകടകരമായി നിൽക്കുന്ന മരച്ചില്ലകൾ ഏതെങ്കിലും ഉള്ള സ്കൂളുകൾ ഉണ്ടെങ്കിൽ അത്തരം സ്കൂളുകൾക്ക് ഫിറ്റ്നസ് നൽകരുത്, അതായത് തദ്ദേശ സ്ഥാപനങ്ങൾ ഫിറ്റ്നസ് നൽകാൻ പാടില്ല എന്നുള്ള ഒരു ഉത്തരവുണ്ടായിരുന്നു. പക്ഷേ ആ ഉത്തരവ് നിലനിൽക്കെ തന്നെ എങ്ങനെയാണ് ഈ സ്കൂളിൽ ഇത്രയും വൈദ്യുത ലൈനുകൾ കടന്നു പോകുന്ന ഈ സ്കൂളിന് എങ്ങനെയാണ് ഫിറ്റ്നസ് ലഭിച്ചത് എന്നുള്ളതാണ് ആദ്യം ഉയരുന്ന ചോദ്യം. അവിടെ തന്നെയാണ് പഞ്ചായത്തിനുണ്ടായ വീഴ്ച, അതുപോലെ സ്കൂൾ മാനേജ്മെന്റിനുണ്ടായ വീഴ്ച. അതിനുശേഷമാണ് ഇത്തരത്തിൽ 2016 ആ സ്കൂളിലേക്ക് ഒരു സൈക്കിൾ വെക്കുന്നതിന് വേണ്ടി ഒരു ഷെഡ് പണിയുന്നത്. ആ ഷെഡിന് മുകളിലൂടെ എങ്ങനെയാണ് ഈ വൈദ്യുത ലൈൻ കടന്നു പോകുന്ന ഒരു ലൈൻ, അതിന് താഴെ എങ്ങനെയാണ് ഒരു ഷെഡ് നിർമ്മിക്കാൻ സാധിക്കുന്നത് എന്നുള്ള ഉയർന്ന ഒരു ചോദ്യം. അതിനെങ്ങനെ അനുമതി ലഭിച്ചു? ഇത്തരത്തിലുള്ള നിരവധി ചോദ്യങ്ങളാണ് ഇവിടെ ഉയർന്നു വന്നത്. ഇത്തരത്തിലുണ്ടായ അധികൃതരുടെ വീഴ്ച, ഒപ്പം തന്നെ സ്കൂൾ PTA ഇക്കാര്യം ഈ ലൈൻ നീക്കം ചെയ്യണമെന്നടക്കമുള്ള കാര്യങ്ങൾ മിനിറ്റ്സിൽ രേഖപ്പെടുത്തി അവതരിപ്പിച്ചിട്ടും അതിൽ ഒരു തീരുമാനമുണ്ടാക്കാൻ സാധിച്ചില്ല. അതിന് രേഖാമൂലം KSEBയിലേക്ക് ഒരു പരാതി നൽകാൻ പോലും ഈ സ്കൂൾ അധികൃതർക്ക് തയ്യാറായില്ല. അതൊക്കെ തന്നെയാണ് വലിയ വീഴ്ചകളായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഈ സംഭവത്തിൽ ഇപ്പോൾ എന്തായാലും KSEB തന്നെ സമ്മതിക്കുന്നുണ്ട്, KSEBക്ക് വീഴ്ച സംഭവിച്ചുവെന്ന്. അത് വകുപ്പ് മന്ത്രി തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. അതിനു പിന്നാലെ ഇപ്പോൾ പോലീസ് ഈ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. ഈ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്താണ് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. ഇത് ശാസ്താംകോട്ട DYSPക്കാണ് ഇതിന്റെ അന്വേഷണ ചുമതല. കൊല്ലം റൂറൽ SP ഇത് മേൽനോട്ടം വഹിച്ചുകൊണ്ടാകും ഈ അന്വേഷണം നടക്കുക. സാബു മാത്യു IPS കൊല്ലം റൂറൽ SP നമ്മളോട് പറഞ്ഞത് തന്നെ ഇതിൽ നിഷ്പക്ഷമായ അന്വേഷണം ഉണ്ടാകും, മുൻവിധികളില്ലാതെയുള്ള അന്വേഷണമാകും നടക്കുക. നിഷ്പക്ഷവും സമഗ്രവുമായ അന്വേഷണം നടത്തി കുറ്റക്കാരെ പുറത്തു കൊണ്ടുവരും. അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിട്ടുള്ളതെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ള വകുപ്പുകൾ. ഒരു കാര്യം കൂടി, ഇപ്പോൾ പ്രാഥമിക റിപ്പോർട്ട് വിദ്യാഭ്യാസ വകുപ്പിന്റെയും KSEBയുടെയും ഒക്കെ നമ്മൾ കണ്ടു. അതിൽ ഈ വീഴ്ചകളുടെ കാര്യം സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. വീഴ്ചയുണ്ടായി എന്ന് വ്യക്തമാണ്. അപ്പോൾ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയൊക്കെ എടുക്കേണ്ടി വരുമല്ലോ, അല്ലാതെ ഈ മുന്നോട്ട് പോകാൻ കഴിയില്ലല്ലോ. അത് എപ്പോഴായിരിക്കും ഈ നടപടി? വേണമെങ്കിൽ അത് എപ്പോഴായിരിക്കും എടുക്കുക? ഇനി അതിൽ വിശദമായ പരിശോധന റിപ്പോർട്ട് കിട്ടിയേ അത്തരം വകുപ്പ് തല നടപടി എടുക്കൂ. പോലീസിൻ്റെ കേസ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അസ്വാഭാവിക മരണത്തിന്. അതിനപ്പുറത്തേക്ക് ഇതിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാതെ സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയുമോ, KSEBക്കും വിദ്യാഭ്യാസ വകുപ്പിനുമൊക്കെ? വിജയകുമാർ, തീർച്ചയായും ഇക്കാര്യത്തിൽ വിദ്യാഭ്യാസ മന്ത്രി ഈ ആദ്യത്തെ പ്രതികരണത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളത് കൃത്യമായി സ്കൂൾ അധികൃതർക്ക് വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഈ വിഷയത്തിൽ നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. അത് ഏത് തരത്തിലുള്ള നടപടികളെന്ന് നമ്മൾ വരും ദിവസങ്ങളിൽ തന്നെ കാത്തിരുന്ന് കാണണം. അതുപോലെ തന്നെ ഈ സ്കൂൾ അധികൃതർക്കെതിരെ ഉണ്ടാകുന്ന, അതുപോലെ KSEBയിൽ ഈ വീഴ്ച വരുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ കൃത്യമായ നടപടി ഉണ്ടാകുമെന്ന് KSEB ഇലക്ട്രിസിറ്റി വകുപ്പ് വിദ്യുച്ഛക്തി മന്ത്രിയും വ്യക്തമാക്കിയിട്ടുണ്ട്.
അതുകൊണ്ട് നടപടികളുടെ കാര്യത്തിൽ ഒരു കുറവും ഉണ്ടാകില്ല. അടിയന്തര നടപടികൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെ തന്നെ ഈ നടപടികൾ ആവശ്യപ്പെട്ട് തന്നെയാണ് വിദ്യാഭ്യാസ വിവിധ തരത്തിലുള്ള വിദ്യാർത്ഥി സംഘടനകൾ ഉൾപ്പെടെ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. കനത്ത പ്രതിഷേധം തന്നെയായിരുന്നു സ്കൂളിന് മുന്നിൽ അരങ്ങേറിയത്. നാളെ KSU വിദ്യാഭ്യാസ ബന്ദ് ആഹ്വാനം ചെയ്തിരിക്കുന്നു. ABVP-യും ജില്ലയിൽ പഠിപ്പ് മുടക്കി പ്രതിഷേധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. നാളെ ഇതിന്റെ ബാക്കി പ്രതിഷേധങ്ങൾ ശക്തമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും നഷ്ടമായത് ഒരു കുരുന്നു ജീവനാണ്. അതിന് കാരണമായത് ഇത്തരത്തിലുള്ള അധികൃതരുടെ അനാസ്ഥ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരക്കാർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നുള്ള ആവശ്യമാണ് ഉയരുന്നത്. അത് ഉണ്ടാകുമെന്ന് വകുപ്പ് മന്ത്രിമാരടക്കം വ്യക്തമാവുകയും ചെയ്തിരിക്കുന്നു. അത് എത്രയും വേഗം വേണമെന്നുള്ള ആവശ്യമാണ് ഉയരുന്നത്. വിജയകുമാർ. യെസ്, സുജിത് സുരേന്ദ്രനാണ് തേവലക്കരയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.